കടായി പനീറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. കടായിക്കകത്ത് 4-5 സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ ജീരകം ഇടണം. ജീരകം ഒന്ന് ചുമന്ന് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞേക്കുന്നത്. സവാള ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. ബ്രൗൺ കളർ ആയതിന് ശേഷം ഇതിനകത്ത് മസാല ചേർക്കണം. കടായി മസാലയ്ക്ക് മെയിനായിട്ട് വേണ്ടത് കടായി മസാലയാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ആദ്യമേ കടായി മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടായി മസാല ഉണ്ടാക്കുന്ന രീതി ഞാനൊന്ന് പറഞ്ഞേക്കാം. 4 വറ്റൽമുളക്, 2 സ്പൂൺ മല്ലി, 2 ഏലയ്ക്ക, 2-3 ഗ്രാമ്പൂ, 5-6 കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, കരിഞ്ഞു പോരുന്ന് ഫ്രൈ ചെയ്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരച്ചെടുക്കണം. നല്ല ഒത്തിരി പേസ്റ്റ് ആക്കരുത്, ചെറിയൊരു രീതിയിൽ അരച്ചെടുക്കാവും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കടായി മസാല. കടായി മസാല ഇതേ രീതിയിൽ ഇരിക്കണം. അത് ഒരുപാട് പൗഡർ ആക്കരുത്, ഇതേ രീതിയിൽ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ അതൊന്ന് ബ്രൗൺ കളറായി. ഇനി ഇതിനുള്ളിൽ മസാലകൾ ചേർക്കണം. മസാലയുടെ പച്ചമണങ്ങളെല്ലാം മാറി. ഇനി ഇതിനകത്ത് 3 തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ്. 250 ഗ്രാം പനീറിൻ്റെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 250 ഗ്രാം പനീർ അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇതുകൂടെ ശരിയാക്കണം. ഇത് ഒരു ഉള്ളി സ്ക്വയർ കട്ടായിട്ട് അരിഞ്ഞ് വെച്ചത് വലിയ പീസാക്കി, 1 തക്കാളി, 1 ക്യാപ്സിക്കം, 250 ഗ്രാം പനീർ. ഇനി ഇത് ഈ 4 ഐറ്റം കൂടെ നെയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മറ്റൊരു കടായി വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഞാൻ 1 സ്പൂൺ, നെയ്യുടെ കൂടെ അല്പം ഓയിലും കൂടെ ഒഴിക്കുന്നു. കഞ്ചിയായിട്ടിരിക്കണം കടിക്കുമ്പോൾ, അതാണ് നല്ല ടേസ്റ്റ്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. കടായി മസാല ഒരു സ്പൂൺ ഇത് കൊടുത്തിടണം. പനീർ എല്ലാം ഇട്ടു. ഇനി അത് ഉപ്പിട്ടു. ഉപ്പ് മുമ്പ് ഇടാനും മറന്നു, ഉപ്പിടാനും മറന്നു. മസാലയിൽ ഉപ്പിട്ടിട്ടില്ല. ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കാൻ. ഇത് പനീറൊക്കെ ഫ്രൈ ചെയ്യുന്നത് ഒത്തിരി ഫ്രൈ ചെയ്യണ്ട, എല്ലാം ക്രഞ്ചിയായിട്ട് തന്നെ ഇരിക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്രേവി എത്രയും വേണോ അതിനനുസരിച്ച് വെള്ളം കൊടുക്കുക. ഇപ്പം തക്കാളിക്കൊന്നും ശരിയായില്ല, ഞാൻ ഉപ്പിടാൻ മറന്നു പോയിരുന്നു. ഈ വീഡിയോ എടുത്തപ്പം കുറേ തെറ്റുകുട്ടികൾ പറ്റിയിട്ടുണ്ട്. അത് പകുതി ഇതിനകത്ത് കയറിയിട്ടില്ല, പകുതി ശരിയായതില്ല, എന്നോട് ക്ഷമിക്കണം. ഇതിനകത്ത് മുളക് പൊടി 1.5 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് മസാല വെച്ച് ഇളക്കി. കടായി പനീറിന് വേണ്ടത് കടായി മസാലയാണ്. അത് 2 സ്പൂൺ കടായി മസാല ഇല്ല, 1 സ്പൂൺ ആദ്യം ഇട്ടിരുന്നത്, അതിൻ്റെ വീഡിയോ സ്കിപ്പായിപ്പോയി. ഇതിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിന് ശേഷം തക്കാളിക്ക് ഇടണം. മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. അതിന് ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് കേട്ടോ. അപ്പം ഗ്രേവി കൂടുതൽ വേണം, അതിന് വേണ്ടിയാണ് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചത്. അതവിടെ നിന്ന് കുറച്ചുകൂടെ ആകട്ടെ. ഇവിടെ പനീർ, ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി ഇതെല്ലാം ഫ്രൈ ആയി. ഇത്രയും ഫ്രൈ ചെയ്താൽ മതി. ഇത് നമുക്ക് ഇവിടത്തേക്ക് മാറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം മസാല എല്ലാം റെഡിയായി. മസാല നല്ലതുപോലെ വെന്തു. അതിനകത്ത് നെയ്യെല്ലാം തെളിഞ്ഞ് വന്നു. ഇനി ഇതിനകത്ത് അല്പം കസൂരി മേത്തി ക്രഷ് ചെയ്തിടണം. ഞാൻ അല്പം ചൂടാക്കിയാണ് ഇട്ടേക്കുന്നത്. ചൂടാക്കി ക്രഷ് ചെയ്ത് അപ്പോൾ ഇതെല്ലാം റെഡിയായി. നല്ലൊരു മണം, ആ കടായി മസാലയുടെ മണമാണ് നല്ലത്. ഇനി നമുക്ക് ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടച്ചിടണം കേട്ടോ. തക്കാളി നല്ല രീതിയിൽ ഞാനൊന്ന് ഉടച്ചിട്ടാണ്, എന്നിട്ട് ഇതിനകത്ത് അങ്ങനെയൊക്കെ തക്കാളിക്ക് കാണുന്നുണ്ട്. ഇനി ഇതിനകത്ത് വേണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ കടായി മസാല, അത് പതുക്കെ ഇടണം. നമ്മൾ ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കണം, പനീർ പൊട്ടിപ്പോകാതിരിക്കാൻ നോക്കണം. കടായി മസാല പ്രത്യേകത,
നമ്മൾക്ക് സ്പെഷ്യൽ കടായി മസാല ഉണ്ടാക്കുന്നതിലാണ്. അത് ഞാൻ നേരത്തെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടേ ഉള്ളൂ. അതുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. സമയക്കുറവുകൊണ്ടാണ് കാണിക്കാറുള്ളത്. എനിക്ക് രാവിലെ ഒരുപാട് ജോലിയുണ്ട്, ഓഫീസിൽ പോകണം. ലാസ്റ്റ് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീം, മല്ലിയില ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഫ്രഷ് ക്രീമുണ്ട്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫ്രഷ് ക്രീം. അത് ഇനി അവസാനമായിട്ടൊന്ന് ചേർക്കണം. അത് ചേർത്ത് കഴിഞ്ഞ് ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി. ഗ്രേവി വേണ്ടവർക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് എടുക്കുക. എനിക്ക് ഗ്രേവി അധികം വേണ്ട, അതുകൊണ്ട് ഞാനിതിങ്ങനെ എടുക്കും. ഇനി ഇതിനകത്ത് ഫ്രഷ് ക്രീം, ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇത്രയേ ഉള്ളൂ കടായി മസാല. ഇനി ഇതിനൊരു സെർവിങ് ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ. മുകളിലൂടെ ഞാൻ അല്പം ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ചിരുന്നു. ഇതാണ് കടായി പനീർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഈ പ്രാവശ്യം ഉണ്ടാക്കിയ വീഡിയോ ശരിയായില്ല, കറിക്ക് നല്ല ടേസ്റ്റുണ്ട്. വീഡിയോ ശരിയായില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും വീഡിയോ എടുത്തത് ശരിയാകാഞ്ഞത്. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിലുണ്ടാക്കാൻ വേണ്ട മസാലകൾക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ ഒന്നും കൂടെ അവസാനം പറയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വീഡിയോ എടുക്കാനും കൊണ്ടുപോകാനും പറ്റുള്ളൂ. താങ്ക് യു.